കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തർക്ക് അനുഗ്രഹം നൽകാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെയൊക്കെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വരുമ്പോൾ അനന്തശയനവും കണ്ട് ഇറങ്ങി നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് വളരെ മനോഹരമായ ആ ഒരു കാഴ്ചയാണ്. നിറയെ വിളക്ക് ഇങ്ങനെ പ്രഭ കാണുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട് കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വലിയ ആളായിട്ട് തന്നെ കേട്ടോ. അങ്ങനെ വലിയ കാലൊക്കെയാണ്. ചുവന്ന പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട് അങ്ങനെ നല്ല വലിയൊരാളാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൈകളുണ്ട്, 8 കൈകൾ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിശ്വരൂപമാണ് കേട്ടോ ഒന്ന്. അതാണ് വലിയ ആ ഒരു കാഴ്ചയാണ്. എല്ലാം ഞാനാകുന്നു, എല്ലാം എന്നിലെന്നും കണ്ടറിയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. ആരും ഒന്നും നിങ്ങളൊന്നും വേറെയല്ല, ഒക്കെ എന്നിലാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വിശ്വരൂപ ദർശനമാണെന്ന്. വളരെ മഹത്തരമായ ആ ഒരു ദർശനമാണെന്ന്. അപ്പോൾ വളരെ കാഴ്ച നമ്മൾ വർണ്ണിക്കാനും നമ്മളെക്കൊണ്ട് കഴിയില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള പോലെ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മനസ്സിനെ അത്ര ഹൃദ്യമാക്കുന്ന, ആ സന്തോഷം വരുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ കൈകളിൽ ശംഖ്, ചക്രം, ഗദ, പത്മം, അതേപോലെ വാള് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. 8 കൈ എന്ന് പറഞ്ഞാൽ 8 അല്ല 1000 കൈകളുള്ള പോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെയുള്ള ആ ഒരു കാഴ്ച. കിരീടം വെച്ചിട്ടുണ്ട്, തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, അതേപോലെ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്, മാറത്തൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല ഒക്കെ എല്ലാം കൊണ്ടും ഇനി ഇപ്പോൾ അതിലും വലിയൊരു രൂപം ഇനി വേറെ ഇല്ലല്ലോ. അപ്പോൾ എല്ലാം തികഞ്ഞ ആ ഒരു രൂപമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. 2 തിരുമുടിമാല ഉണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത് തന്നെയാണ്, അങ്ങനത്തെ 2 എണ്ണം. അതേപോലെ ഉണ്ടമാല ഉണ്ട്, വലിയ ഉണ്ടമാലയാണ്. ഉണ്ടമാലയും 2 എണ്ണം ഉണ്ട്. അതും ഇതേമാതിരി തന്നെ, തെച്ചിയുണ്ട്, തുളസിയുണ്ട്, അതേപോലെ വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളത്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 തുളസിമാലകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ചുകൊണ്ടേനി. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് ആ വിശ്വരൂപ ദർശനം, ഗുരുവായൂരപ്പൻ്റെ വിശ്വരൂപ ദർശനം നമ്മൾ കണ്ട് തൊഴുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. കാരണം അത്യപൂർവമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ ഓരോ രൂപങ്ങൾ കളഭച്ചാർത്തിൽ തെളിയുന്നത്. അപ്പോൾ അത് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാഭാഗ്യമാണ്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ തിരുമുമ്പിലാണെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവനവൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ അവിടെ അങ്ങോട്ട് സമർപ്പിക്കുക. അപ്പോൾ അതിനുള്ള ആ പ്രതിവിധി ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരും. അങ്ങനെ തൊഴുത് ഇറങ്ങി കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് നേരെ ചുവരിൻ്റെ മുകളിലുള്ള അല്ലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഗണേശനെ കണ്ട് തൊഴാനായിട്ട് പോവാം. ഗണേശൻ്റെ അവിടെ എത്തുമ്പോഴൊന്നും വലിയ തിരക്കൊന്നുമില്ല, ചൊവ്വാഴ്ചയല്ലേ. അപ്പം പിന്നെ മഴയാണ്, സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കൊക്കെ കുറഞ്ഞു. അപ്പോൾ സുഖമായിട്ട് തൊഴാം. അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുതു വന്ന കോർണറിലെത്തിയ ചെറിയൊരു ഗണേശനെ കാണാം, ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ ഓദിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം.
പിന്നീട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക, സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ തൊട്ട് താഴെ നോക്കിയ ശരശയ്യയിലുള്ള ഭീഷ്മരെ കാണാം. അപ്പോൾ ആ ഒരു കാഴ്ചയും കണ്ട് അങ്ങനെ പിന്നെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര രൂപങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് നേരെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ തൊഴുത് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ തൊട്ട് താഴെ മണിക്കിണറും ഭഗവാന്റെ നൃത്തറിയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് നേരെ അടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയും ആ ഉണ്ണീനായിട്ട് അനന്തൻ്റെ കൊടയിലെ മഴയത്ത് ഇങ്ങനെ വരുന്ന വസുദേവരുടെ ചിത്രമൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. ഇനി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ ഒന്നും തിരക്കൊന്നുമില്ല, വളരെ സുഖമാണ്. അപ്പോൾ ഒന്ന് മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നല്ല സുന്ദരിയായിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുന്നു. കണ്ണെഴുതി പൊട്ട് തൊട്ട് വലിയ ചുവന്ന പൊട്ടൊക്കെ തൊട്ട് നല്ല പട്ടൊക്കെ ഞൊറിഞ്ഞുകൊടുത്ത് ധാരാളം മാലകളൊക്കെ ചാർത്തി, സ്വർണത്തിൻ്റെ മാലകൾ ചാർത്തി നല്ല കിരീടമൊക്കെ വെച്ചിട്ട് അമ്മ ഇങ്ങനെ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം, പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് കഴിഞ്ഞാൽ നേരെ ആ കോർണറിൽ ചെല്ലുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് മമ്മിയൂരപ്പൻ്റെ ദർശനം കിട്ടിയ പോലെയാവും. പിന്നീട് അങ്ങനെ വന്ന് വീണ്ടും കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ആ വിശ്വരൂപ ദർശനം കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ കൂത്തമ്പലത്തിൽ വന്ന ആ കിടാവിളക്ക് കാണാം, അത് കണ്ട് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കാണാം, അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ നേരെ അങ്ങോട്ട് വന്ന് പടിഞ്ഞാറ നടയിലെത്തി കഴിഞ്ഞാൽ നേരെ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. വെള്ളമൊക്കെ ഇങ്ങനെ കൂടി വരൽ തുടങ്ങി, മഴയൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നാരായണാലയത്തിൽ വന്ന പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് അങ്ങനെ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.